എനിക്കിഷ്ടമാണ്. എൻ്റെ ഒരു ഹോബികളിലൊന്നാണ് സംസാരിക്കുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പട്ടിണി കിടന്ന കാലത്ത് ആരെങ്കിലും ഒരാൾ നീ കഴിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവത്തില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും കാണുമ്പോൾ ചോദിക്കും കഴിച്ചോന്ന്. അതുപോലെ ഇവിടെയുള്ള ഓരോ കടയിൽ നിൽക്കുന്ന ബംഗാളികളായാലും ആസാമീസ് ആയാലും അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സിൽ അവരുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ആദ്യം 1000 സബ്സ്ക്രൈബർ ആയാലേ ചാനൽ ആവുള്ളൂ എന്ന്. അപ്പോൾ കംപ്ലീറ്റ് കോഴിക്കടയിൽ നിന്ന് കോഴി വെട്ടുന്നവരും എല്ലാവരും കൊണ്ട് ഞാൻ പോയി ഫോൺ മേടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ടും നല്ലത് തന്നെയാണ്. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളല്ലാണ്ട് വരുന്നുണ്ട്. ഞാൻ എന്തിനിത് ചെയ്യുന്നു, ഇടയ്ക്ക് ചെറിയൊരു വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാട്ടിൽ പോകുന്നതിൻ്റെയൊക്കെ തന്നെ. എനിക്ക് ആളെ അറിയത്തൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ വണ്ടി തടഞ്ഞ മിക്കപ്പോഴും തനിച്ചാണ് കാട്ടി പോകുന്നത്. കൈ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇങ്ങോട്ട് കണ്ടേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചില വനവിഭവങ്ങൾ ഇവർ കളക്ട് ചെയ്തിട്ട് മിഡിൽ മാൻ ഉണ്ട്, ഇവർ നിസ്സാര വേലയ്ക്ക് കൊണ്ടുപോകും. അപ്പം ഞാനൊരു കസ്റ്റമറിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നു 3000 രൂപ, അതായത് 300 രൂപയ്ക്ക് അവർ കൊടുത്തോണ്ടിരുന്ന സാധനത്തിന് 3000 രൂപ കറക്റ്റ് മേടിച്ച് കൊടുത്തിട്ട് തേനായിരുന്നു അത് കസ്റ്റമർ മേടിച്ചു. അങ്ങനെ എനിക്ക് 1-2 ആൾക്കാരെ കിട്ടി. കുറേ പേർക്ക് ഇപ്പം എന്താ തുണി മേടിച്ച് കൊടുത്തിട്ട് തുണി സഞ്ചി തയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർക്കൊരു ജോലി മാർഗവും കൂടെ ഒക്കെ ആക്കിയപ്പോഴത്തേക്ക് അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കാണുന്ന പോലെ അത്ര സുന്ദരമൊന്നുമല്ല ജീവിതം. അത് തന്നെയാണ് എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതായത് ട്രൈബ്സിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായത്. അപ്പോഴാണ് ഒരു ഹെവി ടാസ്ക് ആണ്. അപ്പോൾ സർക്കാരിന്റെ ഒരു പല സഹായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഇംപ്ലിമെന്റേഷനൊക്കെ ചിതറിക്കിടക്കുവാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോഴാണല്ലോ ദീപ്തി ശരിക്കും മനസ്സിലാക്കുന്നത് അവരുടെ പ്രോബ്ലം വലുതാണെന്നുള്ളത്. ശരിക്കും കൈ നിൽക്കുന്ന പ്രശ്നമാണോ? ഇവർക്ക് സേവിങ്സ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ല. ഈ നിമിഷം ഇപ്പം എങ്ങനെ ചെയ്യണം അത്രേ ഉള്ളൂ. ആരെങ്കിലും കൊണ്ടുത്തരും, കഴിക്കാം, ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ ആണുങ്ങൾക്ക് തന്നെ. അപ്പോൾ ഒരു കുടുംബത്തിൽ 8-9 കുട്ടികളായപ്പോഴത്തേക്ക് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കണമെന്നുള്ളൊരു എയിം വെച്ചിട്ട് ഞാൻ പോയി. പക്ഷേ ഈ ആണുങ്ങൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഒറ്റ ഓട്ടോ കാട്ടിലോട്ട്. പെണ്ണുങ്ങൾ കാരണം കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ ശരീരം ഇത്രയേ ഉള്ളൂ, വയറുമായിട്ടൊക്കെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ തമ്മിലൊരു ഏജ് ഗ്യാപ്പ് ഒന്നുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് മറ്റേ പെൺകുട്ടികളെ രാത്രി വേറൊരു കുടിലേക്ക് കിടത്തും പീരീഡ്സ് ഉള്ള സമയത്ത്. കാട്ടിലെ കുടിലിൽ അവിടെ തന്നെ ഇറക്കി ഒരു 10 ദിവസം ഇവർ മാറിക്കിടക്കണം. ഇത് പറഞ്ഞതിൻ്റെ അമ്മച്ചി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു കൊടുത്തതാണ്. അടി ഞാൻ കൊണ്ടില്ല, ഞാൻ ഒഴിഞ്ഞു മാറി. ഇവരിലേക്ക് എത്തി ഞാൻ പറയുന്നത് ഇവർ കേൾക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. നമ്മൾ പറയുന്ന ഒന്നും അംഗീകരിക്കത്തില്ല. അപ്പം ഈ പീരീഡ്സിന് മാറിക്കിടക്കുന്ന പിള്ളേർ ചിലരൊക്കെ സ്കൂളിൽ പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിത് പഠിച്ചല്ലേ, നമ്മുടെ ശരീരത്തിലെ ശ്വാസം എടുക്കുന്ന പോലെ ഒരു പ്രോസസ്സേ ഉള്ളൂ, എന്തിനാണ് നിങ്ങൾ മാറിക്കിടക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞാനായിട്ട് ഇനി മാറിക്കഴിഞ്ഞ് ഒരു മരക്കൊമ്പ് വീണാലും പറയും കാട്ടിലെ ശാപമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കണം. അതുപോലെ കുറച്ച് പേർക്ക് നാട്ടിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെതായിട്ട്. അപ്പോൾ ഇവരിതിലേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ച് കാട് കയറി. ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് അറിയാത്തതായിരിക്കാം, അല്ല നാട്ടിൽ അവർ ഒറ്റപ്പെട്ടതായിരിക്കാം. പക്ഷെ ആദിവാസി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പം പലരും ഓർക്കും എന്തിനാ അവരെ അങ്ങനെ വിളിക്കുന്നു.